ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റും വീട്ടിൽ കണ്ട് വരുന്ന ചില ജന്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ, അത് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ യൂണിവേഴ്സ് അവരിലൂടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്തെല്ലാമാണ്, അതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നിത്യം നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ പരിസരത്ത് ഒക്കെ കണ്ടുവരുന്ന ചില ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജന്തുക്കൾ, അവരൊക്കെ നമ്മളുടെ മുന്നിലെത്തുമ്പോൾ യൂണിവേഴ്സ് അവരിലൂടെ നമുക്ക് അന്നരമുള്ള സിറ്റുവേഷൻ അനുസരിച്ച് ചില മെസ്സേജുകൾ തരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ അല്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതിലാദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തേനീച്ച അല്ലെങ്കിൽ ബീസ് നമ്മൾ നിത്യേന കാണുന്നതാണ്. അത് റിയലായിട്ട് കണ്ടില്ലെങ്കിലും ബുക്കുകളൊക്കെ തുറക്കുമ്പോൾ അല്ലെങ്കിൽ TV പ്രോഗ്രാമിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്തോ ഒരു ഡ്രീം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നു. അത് സമ്പത്തായാലും പണമായാലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും നിങ്ങൾ ഡ്രീം ചെയ്ത എന്തെങ്കിലും ഒരു ആഗ്രഹമാണെങ്കിലും അത് പൂവണിയാൻ പോകുന്നു അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നതാണ് ബീസിനെ നിങ്ങൾ കാണുന്നത്. ഇനി രണ്ടാമത് നമ്മൾ ചിലന്തി അല്ലെങ്കിൽ സ്പൈഡറിനെ കാണുന്നത്. ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ പരിസരങ്ങളിൽ അല്ലെങ്കിൽ എവിടെയായാലും നമ്മൾ കാണുന്ന ഒന്നാണ്. പക്ഷേ ചിലന്തിയെ നമ്മൾ കാണുമ്പോൾ അവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ചില സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അവെയറാണോ? നിങ്ങളുടെ ചുറ്റിനും ഉള്ള ആളുകൾ എല്ലാം നിങ്ങളെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് ഒരു ടോക്സിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ടോക്സിക് പീപ്പിളിൻ്റെ ഒരു ഗ്രൂപ്പിൽ ചിലന്തി ഒരു ഇരയെ അതിൻ്റെ വെബിലേക്ക്, ചിലന്തിയുടെ ആ ഒരു ചിലന്തി വലയിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അതിനെ അങ്ങ് ട്രാപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങളെയും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആ ഒരു നേച്ചർ നിങ്ങളുടെ ചുറ്റിനും അല്ലെങ്കിൽ ജീവിതശൈലി എല്ലാം വെച്ച് അതിൽ ട്രാപ്പ് ചെയ്തിട്ടിരിക്കുകയാണെന്നും സർവ്വശക്തിയെടുത്ത് നിങ്ങളത് അനലൈസ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് മാറാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ചിലന്തിയെ നിങ്ങൾ കാണുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്ന ആ ഒരു സന്ദേശം. ഇനി നിങ്ങൾ ഉറുമ്പിനെ കാണുന്നു. ഉറുമ്പിനെ ഒരാളായിട്ടല്ല ഗ്രൂപ്പായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഉറുമ്പിനെ കാണുമ്പോൾ അവിടെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അതൊരു കമ്മ്യൂണിറ്റിയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരുന്ന് നിങ്ങളുടേതായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ചില ആളുകളോടത് തുറന്നു പറയുകയും അതൊരു ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്ത് അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് വൻ വിജയത്തിലേക്ക് നേടിയെടുക്കണം എന്നുള്ളതാണ് അവിടെ ഉറുമ്പിനെ കാണിച്ചു തരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു മെസ്സേജ്. ഇനി ചുവന്ന കളറിലെ ഉറുമ്പിനെയാണ് കാണുന്നതെങ്കിൽ അവിടെ ഒന്ന് അവെയർ ആവുക. എന്തോ ഒരു ദോഷം അല്ലെങ്കിൽ ഒരു അപകടം നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അവെയർ ആവുക, അതിലൊന്ന് കോഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ് ചുവന്ന ഉറുമ്പിനെ കൂട്ടമായി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ആ ഒരു സന്ദേശം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡി ബേർഡ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ കാണുമ്പോഴും വളരെ സന്തോഷമാണ്. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ വളരെ സന്തോഷമായി ഇങ്ങനെ വളരെ കളർഫുള്ളായിട്ട് പോകുന്ന ലേഡി ബേർഡ്.
അത് അതിൻ്റെ സ്ട്രിപ്സ് അനുസരിച്ച് ഡബിൾ സ്ട്രിപ്സ് ആണെങ്കിലും ട്രിപ്പിൾ സ്ട്രിപ്സ് ആണെങ്കിലും എത്ര സ്ട്രിപ്സ് അതിൻ്റെ ദേഹത്തുണ്ടോ അതിനനുസരിച്ച് അത്രത്തോളം നമുക്ക് ബ്ലെസ്സിങ്സും എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നും ഹയർ ഫോഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സ് നിങ്ങളെ എപ്പോഴും വാച്ച് ഓവർ ചെയ്യുന്നുണ്ടെന്നും അവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കിട്ടും എന്നുള്ളതാണ് ലേഡി ബേർഡിനെ കാണുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു മെസ്സേജ്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പല്ലി അല്ലെങ്കിൽ ഗൗളി എന്ന് പറയുന്ന ആ ഒരു ജീവി ദൈനംദിനം നമ്മളുടെ വീടുകളിലാണെങ്കിലും ഇഷ്ടം പോലെ എല്ലായിടത്തുമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് അവ ചിലയ്ക്കുന്നതും കേൾക്കാം. അപ്പോൾ പല്ലിയെ കാണുമ്പോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്ന ആ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റിനും നിങ്ങളോട് പെരുമാറുന്ന ആളുകളുടെ ഡബിൾ ഫേസ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളോട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അങ്ങോട്ട് മാറി നിങ്ങളെക്കുറിച്ച് ഗോസിപ്സ് പറയുകയും മോശം പറയുകയും ചെയ്യുന്ന ആളുകളാണ് കൂടുതലെന്നും അവരെല്ലാം നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് ദേ ആർ സ്പീക്കിംഗ് ബിഹൈൻഡ് യുവർ ബാക്സ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് നമ്മളെ നോക്കി ചിരിക്കുകയും നമ്മളോട് വാതോരാതെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളോട് നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളും രഹസ്യങ്ങളും എല്ലാം തുറന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് പല്ലി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അതിലൂടെ യൂണിവേഴ്സ് തരുന്ന ആ ഒരു സന്ദേശം. ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ പാറ്റ, കോക്രോച്ച് നമ്മളുടെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിനെ കാണുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാലിബർ അതിനെക്കുറിച്ച് അവെയർ അല്ല. എപ്പോഴും പാറ്റയെപ്പോലെ പേടിച്ച് ചുരുണ്ട് ഏതെങ്കിലും മൂലയിലോട്ട് പമ്മി പതുങ്ങി പേടിച്ചരണ്ട് അല്ലെങ്കിൽ ഭയപ്പെട്ട് ഇരിക്കാതെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പുറത്തു വന്ന് നിങ്ങളുടെ ആ ഒരു ഫുൾ ആ ഒരു കപ്പാസിറ്റിയോടെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം, ജീവിത വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് പാറ്റ അല്ലെങ്കിൽ കോക്രോച്ച് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു സന്ദേശം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈസ്. ഈ ഫ്ലൈസ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ക്രിക്കറ്റ്സ് അല്ലെങ്കിൽ ചീവീഡ് എന്ന് പറയുന്ന നമുക്ക് കാതിന് വളരെ അരോസകരമായിട്ട് ശബ്ദമുണ്ടാക്കുന്ന ചീവീഡ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ അതിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു സന്ദേശം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പിതൃക്കന്മാർ അല്ലെങ്കിൽ ജനറേഷനായിട്ട് നേരത്തെ മൺമറഞ്ഞു പോയ നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നും അവരുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും അവർ നിങ്ങളെ വാച്ച് ഓവർ ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് നമ്മൾ നേരായ വഴിയിൽ പൊയ്ക്കോളുക, അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. ഇനി ഫ്ലൈസിനെയാണ് നിങ്ങൾ കാണുന്നതുണ്ടെങ്കിൽ യൂണിവേഴ്സ് അവിടെ തരുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ അവിടെയും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് പവറിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇനി ബട്ടർഫ്ലൈ അല്ലെങ്കിൽ സ്നേക്ക്. നമ്മൾ ചിലപ്പോൾ പാമ്പിനെയൊക്കെ സ്വപ്നം കാണുമെന്ന് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിത്രശലഭം അല്ലെങ്കിൽ പാമ്പിനെ ഒക്കെ കാണുക അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുക എന്ന് പറയുമ്പോൾ അവിടെയും യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വേണ്ടുന്ന സമയമാണ്. അത് നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഈ ജീവിക്കുന്ന രീതി അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആ ഒരു സൈക്കിൾ, ഒരു ടോക്സിക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു കാർമിക് സൈക്കിൾ ഏതായാലും ശരി തന്നെ നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് വൂൺസ് എല്ലാം ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കൊണ്ട് പാമ്പ് അതിൻ്റെ സട പൊഴിച്ച് കളയുന്നത് പോലെ ബട്ടർഫ്ലൈ ഒരു കൊക്കോണിൽ പുഴുവായി കൊക്കോണായി അതിനുശേഷം ഒരു ചിത്രശലഭമാവുന്നത് പോലെ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടത്തി നിങ്ങൾ മുന്നേറണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം ചിത്രശലഭത്തിനെയും പാമ്പിനെയും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക.
കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സ് ഒരിക്കലും, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി, അല്ലെങ്കിൽ ഈശ്വരൻ ഒരിക്കലും നമ്മുടെ മുന്നിൽ വന്ന് ഇന്ന് ഹായ് ഹണി, ഹായ് ബേബി, ഐ ആം ദ ഗോഡ്, ഐ ആം ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളോട് സംസാരിക്കില്ല. യൂണിവേഴ്സ് എപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളോ ജീവജന്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള കോൺവെർസേഷൻ്റെ രൂപത്തിലോ ഒക്കെയാണ്. സോ അപ്പോൾ നമ്മൾ കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ച് ഇതുപോലെ യൂണിവേഴ്സ് നമ്മളുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്ത് യൂണിവേഴ്സ് എന്തൊക്കെയാണ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ നമ്മളുമായിട്ട് നടത്തുന്നതെന്നൊന്ന് അവെയർ ആയിക്കൊണ്ട് ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്.